ഏപ്രിൽ മാസം 26-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ കേന്ദ്രത്തിൽ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഇത്തവണ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. തങ്ങളുടെ സമ്മതിദാന അവകാശം പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദിക്ക് തന്നെ നൽകണമെന്നുള്ള ഉറച്ച ഗ്യാരണ്ടിയോടുകൂടിയാണ് ആളുകൾ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. ഇത്തവണ 400-ലധികം സീറ്റുകൾ ലഭിക്കും. നരേന്ദ്രമോദിജി മൂന്നാമതും അധികാരത്തിൽ വരും. മൂന്നാമതും നരേന്ദ്രമോദിജി അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് എൻഡിഎക്ക് എംപിമാരുണ്ടാകും, കേന്ദ്രമന്ത്രിമാരുണ്ടാകും. എല്ലാം ജനങ്ങൾക്ക് 100% ഉറപ്പാണ്. നിരവധി താമരകൾ മറ്റ് എൻഡിഎയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവിടെ ജയിക്കും. അതിൽ ഉറപ്പായും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ മറ്റ് രണ്ട് മുന്നണികളും അവർക്കതൊരു പ്രശ്നമാവില്ല എന്ന് വിചാരിച്ചായിരുന്നു ഇരുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി ഈ ആലപ്പുഴയുടെ മണ്ണിൽ കാലുകുത്തിയതോടുകൂടി എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും ഉറക്കം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ എൻഡിഎ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഈ നാട്ടിലെ ജനങ്ങളും ആലപ്പുഴയിൽ നിന്ന് ഇത്തവണ എൻഡിഎ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. ആലപ്പുഴ ഒരുപാട് കേന്ദ്രമന്ത്രിമാരെയൊക്കെ സംഭാവന ചെയ്ത നാടാണ്, മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത നാടാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇടം തേടിയിട്ടുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പരാജയവും ജയവും കണ്ടിട്ടുള്ള നാടാണ്. കഴിഞ്ഞ യുപിഎ ഗവൺമെന്റിന്റെ കാലത്ത് മന്ത്രിയായിരുന്ന ഒരാളാണ് ഇപ്പോ യുഡിഎഫിന്റെ സ്ഥാനാർത്ഥിയായ ആലപ്പുഴയിൽ ജനവിധി തേടുന്നത്. മാത്രമല്ല, വയനാട്ടിൽ മത്സരിക്കുന്ന നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള ആളാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ രണ്ടാമനാണോ മൂന്നാമനാണോ ഒക്കെ എന്ന ചർച്ച ചെയ്യുന്ന ആളാണ്. കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു എത്രയോ കാലം. ആലപ്പുഴക്കാരിന്ന് ചോദിക്കുകയാണ്, ആലപ്പുഴക്കാരുടെ ഏത് കാര്യത്തിലാണ് കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന കാലത്ത് ഇവിടുത്തെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഇടപെട്ടിട്ടുള്ളത്? ആലപ്പുഴയിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. മത്സ്യത്തൊഴിലാളികളും കർഷകരും പാവപ്പെട്ടവരും ജീവിക്കുന്ന ഒരു മണ്ണാണിത്. തൊഴിലാളികൾക്ക് വേണ്ടി വലിയ സമരങ്ങൾ നടന്നിട്ടുള്ള നാടാണ്. ഒരു കാലത്ത് കേരളത്തിൽ ഏറ്റവും വലിയ വ്യാപാരം നടന്നിട്ടുള്ള നാടാണ്. കേരളത്തിന്റെ നെല്ലറ ഇവിടെയുണ്ട്. എന്നും മലയാളികളെ തീറ്റിപ്പോറ്റിയിട്ടുള്ള മണ്ണാണ്. കർഷക സമരങ്ങളും കർഷക തൊഴിലാളികളുടെ സമരങ്ങളും കണ്ട് മതിമറന്ന നാടാണിത്. എന്നാൽ ഇന്നും കേരളത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയായിട്ട് എന്തുകൊണ്ട് ആലപ്പുഴ മാറി? അനന്തമായ സാധ്യതകൾ ഉണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക്. ഇത്രയധികം ടൂറിസം സാധ്യതകളുള്ള ജില്ലകൾ കുറവാണ് കേരളത്തിൽ. തീരപ്രദേശം കൊണ്ട് നിറഞ്ഞ ജില്ലയാണ്. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ കുടുംബങ്ങൾ ജീവിക്കുന്ന ജില്ലയാണ്. നരേന്ദ്രമോദി സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനായി ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ
ഒരു കർഷകർക്ക് വേണ്ടിയുള്ള പാക്കേജിന് ഇത്രയധികം പണം ലഭിച്ചിട്ടുള്ള വേറെ ഒരു ജില്ലയുമില്ല. കുട്ടനാട് പാക്കേജ് ആയിരക്കണക്കിന് കോടി രൂപയാണ് കർഷകർക്കായി, പാവപ്പെട്ടവർക്കായി കേന്ദ്രം ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷെ ആലപ്പുഴയുടെ ജനങ്ങളെ പട്ടിണി മാറ്റാൻ, അവരുടെ ദുരിതം മാറ്റാൻ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരിടപെടലും, ക്രിയാത്മകമായ ഒരിടപെടലും ഇവിടുന്ന് ജയിച്ചുപോയ ആരും ചെയ്തിട്ടില്ല. കേന്ദ്രമന്ത്രിയായിരുന്ന KC വേണുഗോപാൽ ചെയ്തിട്ടില്ല. തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തിട്ടില്ല. LDFന്റെ MP ഉണ്ട്. കഴിഞ്ഞ തവണ ഒരേ ഒരു ജയിച്ച കനലിൽ ഒരു തരി. എന്താണ് അദ്ദേഹം ആലപ്പുഴക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞാൻ സാന്ദർഭികമായി ഓർമ്മിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അത്യുജ്വലമായ സമരത്തിന് നേതൃത്വം നൽകുമ്പോൾ ആലപ്പുഴയുടെ MP പറഞ്ഞത്, ഞങ്ങളൊരു സ്വിച്ചിട്ടാൽ ആയിരക്കണക്കിന് യുവതികളെ ഞങ്ങൾക്ക് ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ കഴിയും, അതിന് കരുത്തുള്ളവരാണ് ഞങ്ങളെന്നാണ്. അദ്ദേഹത്തിന്റെ ജോലി അതായിരുന്നു. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരുന്നു. മനീതി സംഘവും അർബൻ നക്സലുകളും യുവതികളെ ശബരിമലയിൽ കയറ്റിയപ്പോൾ അതിന് സൂത്രധാരത്വം വഹിച്ച ആളാണ് ഇപ്പോൾ സിറ്റിംഗ് MP ആയിട്ടുള്ള ആലപ്പുഴയിൽ ഇന്ന് ഇടതുമുന്നണിക്ക് ജനവിധി തേടുന്ന ആരിഫ് MP. നോക്കൂ നിങ്ങൾ, ഒരു പ്രത്യേക സമുദായത്തിൽ അതിന്റെ വിശ്വാസത്തിന്, മതത്തിലെ ആചാരത്തിന്, വിശ്വാസ പ്രമാണത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു MP. എന്നാൽ സ്വന്തം സമുദായത്തിൽ എന്തെങ്കിലും ഒരു പരിഷ്കരണ പ്രക്രിയയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ അദ്ദേഹം നേതൃത്വം നൽകിയിട്ടില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രി, ആദരണീയനായ മോദിജി മുത്തലാഖിനെതിരായി നിയമം കൊണ്ടുവന്നു. മുത്തലാഖ് എന്ന നിയമം മുസ്ലിം രാജ്യങ്ങളടക്കം ഉപേക്ഷിച്ചതാണ്. 3 മൊഴി ചൊല്ലി, തലാഖ് ചൊല്ലി മൊഴി ചൊല്ലുന്ന സമ്പ്രദായം സൗദി രാജ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഏതാണ്ട് 90% ഇസ്ലാമിക രാജ്യങ്ങളും ആ കാടൻ നീതിയോട് എതിരായിരുന്നു. ഇന്ത്യയിൽ അത് തുടർന്നു. മോദി സർക്കാർ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുത്തലാഖ് ചൊല്ലി അവരെ വഴിയാധാരമാക്കുന്നതിനെതിരായി നിയമം കൊണ്ടുവന്നപ്പോൾ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സൂത്രധാരത്വം വഹിച്ച ആരിഫ് MP കനൽ ഒരു തരി, അതിനെതിരായിട്ടുള്ള നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ചത്. മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പരിഷ്കരണവും വേണ്ട. മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ അവകാശം വേണം, തുല്യമായ അവകാശം വേണം. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ്.